പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ സർവശക്തനായ യേശു ക്രിസ്തു അനുഗ്രഹിച്ചതിനെ ഓർത്ത് സർവശക്തനായ ദൈവത്തിന്, യേശു ക്രിസ്തുവിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, ഇനി ആരും മരിക്കരുത് എന്ന് പറഞ്ഞ് ഒരു ക്ലാസ് ഇട്ടു. കുറച്ച് പേര് 1000 ആൾക്കാരുടെ അടുത്ത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു മധ്യാഹ്നത്തിൽ, ഒരു ഉച്ച സമയത്ത് കേരളത്തിൻ്റെ ഒരു ജില്ലയിൽ നിന്ന് ഒരു സഹോദരൻ എന്നെ വിളിച്ച് ചോദിക്കുകയുണ്ടായി, ബ്രദറെ, അതെങ്ങനെയാണ് മരിക്കാതെ എങ്ങനെ ഇരിക്കാൻ പറ്റും? നിങ്ങൾ ഈ പറയുന്നതിനകത്ത് എന്ത് ന്യായീകരണമാണുള്ളത്? എന്താണ് അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥമാക്കുന്നത്? അതൊന്ന് വ്യക്തമാക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആ സഹോദരനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: പ്രിയ സഹോദര, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, മനുഷ്യൻ എല്ലാ കാര്യങ്ങളും ആദ്യം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ സുവിശേഷം നമ്മൾ കേൾക്കുമ്പോൾ ഒരു അച്ഛൻ പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബ്രദർ പ്രസംഗിക്കുന്നു, അതാ പറഞ്ഞ പോയിൻ്റ്, ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ കർത്താവായ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ ഇവയെല്ലാം ഗ്രഹിച്ചുവോ? അപ്പോൾ ഗ്രഹിക്കാൻ പറയുന്നത് വേറെ, മനസ്സിലാക്കുന്നത് വേറെ, കണ്ടത് തന്നെ ഉൾക്കൊള്ളുന്നത് വേറെ. അപ്പോൾ മനസ്സിലാക്കുന്നത് വേറെ, ഗ്രഹിക്കുന്നത് വേറെ. അപ്പോൾ എന്താണ് ഈ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ? ഈ ഗ്രഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന സത്യമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഞാൻ പണ്ടൊരിക്കൽ എൻ്റെ ക്ലാസ്സിൽ തന്നെ കിടപ്പുണ്ടെങ്കിലും ഇപ്പോൾ ഈ സാഹചര്യം ഒന്നുകൂടെ പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. വൈദ്യുതിയിൽ തൊട്ടാൽ നീ മരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണോ ചെയ്യുന്നത്, ഗ്രഹിക്കുകയാണോ ചെയ്യുന്നത്? ഉദാഹരണ സഹിതം പറയുകയാണ്. എന്തുകൊണ്ടാണത്? ഉദാഹരണപ്പെട്ടത് ഞാൻ പറയാം. അതായത്, വൈദ്യുതിയിൽ തൊട്ടാൽ നീ മരിക്കുമെന്ന് മനസ്സ്, ശരീരം, ആത്മാവ്, ഈ സത്യം 3 തലവും, ഒരു മനുഷ്യൻ്റെ 3 തലവും ഒറ്റ സെക്കൻഡിൽ തന്നെ നമ്മൾ പറയുകയാണ്, നീ തൊട്ടാൽ മരിക്കും, അരുത്, തുടരുത്. തീക്കട്ടയിൽ തൊട്ടാൽ മരിക്കും എന്ന് പറഞ്ഞാലോ? തീക്കട്ടയിൽ തൊട്ടാൽ മരിക്കും എന്നൊരാൾ പറഞ്ഞാൽ നമ്മളതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? തീക്കട്ടയിൽ തൊട്ടാൽ മരിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം, അല്ലേ? കൈ പൊള്ളും. അപ്പോൾ പൊള്ളും എന്നത് ശരീരം പറയുകയാണ്. ശരീരം പറയുകയാണ് കൈ പൊള്ളും എന്ന് പറയുകയാണ്. അപ്പം മനസ്സും ആത്മാവും പറയും പൊള്ളുകയല്ലേ ഉള്ളൂ, മരിക്കുകയില്ലല്ലോ. അപ്പം മരണമെന്ന സത്യത്തെ നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ മനസ്സിലാക്കുന്നത് പോലെയല്ല ഗ്രഹിക്കുന്നത്. ദൈവവചനത്തിൽ അർത്ഥമാക്കുന്ന രഹസ്യം, നിഗൂഢ രഹസ്യം, സ്വർഗീയ രഹസ്യം എന്നിങ്ങനെയുണ്ട്. ഭൂമിയിൽ അർത്ഥമാക്കേണ്ട രഹസ്യം, ദൈവവചനം, യേശുക്രിസ്തു പറഞ്ഞ വചനത്തെ ആസ്പദമാക്കി മനസ്സിലാക്കേണ്ട വചനം, സ്വർഗം മാത്രമായിട്ട് അതിൽ നിന്ന് മാത്രം പെറുക്കി തിരിഞ്ഞെടുത്ത് വന്നിരിക്കുന്ന വചനങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. അത് ഭൂമിയിലെ അർത്ഥമാണ്. ഭൂമിയെ അർത്ഥമാക്കുന്ന ഉപമ കർത്താവ് പറയുകയാണ്. എന്നാൽ കർത്താവ്, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. അത് ഭൂമിയും സ്വർഗവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ വെളിപാട് ഗ്രന്ഥത്തിൽ ഒരു മനുഷ്യൻ മരിക്കാതെ ഇരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ സ്വർഗത്തിൻ്റെ ഉള്ളിലെ അർത്ഥമാണ്. അതിന് ഞാൻ നേരത്തെ വേണ്ട 1 അറിവ്, 2 ജ്ഞാനം, 3 അതീന്ദ്രിയ ജ്ഞാനം അഥവാ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ജ്ഞാനം. അപ്പം ജ്ഞാനത്തിൽ തന്നെ 2 തലമുണ്ട്. അപ്പം ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തേക്കായ സർവശക്തനായ ദൈവത്തിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുന്നതിനുപരി ഗ്രഹിച്ചുകൊണ്ട്, ഒറ്റ സെക്കൻഡ് ഗ്രഹിച്ചുകൊണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിൽ, വെളിപാടിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വചനങ്ങൾ മനുഷ്യൻ മരിക്കാതെ ഇരിക്കുന്നതിന് എന്ത് ചെയ്യണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതാണ് ഗ്രഹിക്കേണ്ടത്. അതാണ് ഒറ്റ സെക്കൻഡ് ഗ്രഹിക്കണം. അതിനകത്ത് സംശയിച്ചു പോയാൽ നമുക്ക് കിട്ടില്ല. ഇതൊരു നിഗൂഢ രഹസ്യമാണ്. അങ്ങനെ മരിക്കാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമോ? ഇപ്പം ഇന്ന് ആ സഹോദരൻ ചോദിച്ച പോലെ അദ്ദേഹം പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ശവപ്പെട്ടി മേടിക്കേണ്ട ആവശ്യമില്ല, കുഴികുത്തേണ്ട ആവശ്യമില്ല, അച്ഛന്മാർക്കൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒപ്പീസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമല്ലോ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദര, നിങ്ങളെ തുറന്ന് പറയുകയാണ്, സത്യമായിട്ടും അതാണ് ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രദർ, എന്നാലും അതെങ്ങനെ സംഭവിക്കും? വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ എന്താ അദ്ദേഹത്തോട് പറയുക? അത് പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗം അർത്ഥമാക്കുന്ന, നിത്യജീവൻ്റെ സ്ഥലമായ ആ സ്വർഗം അർത്ഥമാക്കുന്ന സ്വർഗീയ ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ പ്രക്രിയയെക്കുറിച്ചും അവിടെ എത്തേണ്ട രീതിയെക്കുറിച്ചുമൊക്കെ വ്യക്തമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ, പഴയ നിയമ ഗ്രന്ഥത്തിൽ പറഞ്ഞതിനേക്കാൾ ശക്തമായി യേശുക്രിസ്തു പറഞ്ഞു. യേശുക്രിസ്തു പറഞ്ഞതിനേക്കാൾ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു.
പരിശുദ്ധാത്മ പറഞ്ഞതിനേക്കാൾ അതിശക്തമായി ത്രിത്വം സംസാരിച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ഒരുമിച്ച് സംസാരിച്ചാണ് ത്രിയേക ദൈവം സംസാരിച്ചതാണേത്? വെളിപാട് ഗ്രന്ഥം. ആ വെളിപാട് ഗ്രന്ഥത്തിൽ വളരെ നിഗൂഢമായും പ്രത്യക്ഷമായിട്ടില്ല. വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ ത്രിതല ജ്ഞാനം ഇല്ലാതെ വെളിപാട് ഗ്രന്ഥത്തെ ഗ്രഹിക്കാൻ സാധ്യമല്ല. കാരണം അതുകൊണ്ടാണ് പൊതുവെ ആരും വെളിപാട് ഗ്രന്ഥത്തെ തൊട്ടൊരു ക്ലാസ് എടുക്കാൻ പറ്റില്ല, ആർക്കും എടുക്കാൻ പറ്റില്ല. അതിന് ദൈവം അർത്ഥമാക്കുന്ന തലങ്ങൾ വേറെയാണ്, അതിൻ്റെ അർത്ഥം വേറെയാണ്. അത് മനസ്സിലാക്കാനുള്ളത്, ഗ്രഹിക്കാനുള്ളതാണ്. എന്നാൽ ഗ്രഹിക്കുക എന്നുള്ളത് അസാധ്യവുമാണ്. കാരണം ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ട് വേണം ഗ്രഹിക്കാൻ. അപ്പോൾ ഒരു മനുഷ്യൻ മരിക്കാതെ, അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രഹസ്യം മാത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരേ ഒരു രഹസ്യം, എല്ലാ രഹസ്യവും നിങ്ങൾ പറയില്ല പ്രിയപ്പെട്ടവരെ. ഒരു രഹസ്യം പറഞ്ഞുതരാം. 2025 ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ വചനം പഠിക്കുന്നത്. മനസ്സിലാക്കണേ, 2025 ഇരുന്നുകൊണ്ട് യുഗാന്ത്യം എത്തി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ തിരുവചനം, വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് 8 വർഷം കൂടി ജീവിച്ചാൽ മതി. 2023 യുഗാന്ത്യമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 8 വർഷം കൂടി ജീവിച്ചാൽ, ആ 8 വർഷം നമ്മൾ മരിക്കാതിരിക്കുവാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഇതാണ് നിഗൂഢ രഹസ്യം. ഇതൊന്നും നിങ്ങൾക്ക് ആർക്കും ഒരു സ്ഥലത്തുനിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അതിൻ്റെ ചോദ്യം ഇതാണ്, ഉത്തരവും ഞാൻ തരാം. പക്ഷേ ഉത്തരം ഞാൻ ധ്യാന ക്ലാസ്സിൽ കൂടിയേ കൊടുക്കുകയുള്ളൂ, ഈ യൂട്യൂബിൽ കൂടെ പരസ്യമായിട്ട് കൊടുക്കുകയില്ല. അതിന് ചില കാര്യങ്ങളുണ്ട്. കാരണം ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾക്ക് വിലയുണ്ട്, മൂല്യമുണ്ട്. സർവശക്തനായ പരമാത്മാവായ നിത്യൻ്റെ ഉടമസ്ഥനായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മനുഷ്യന് ജന്മം നൽകിയ, ഇനി ഈ പ്രപഞ്ചത്തെ തൂത്തുമാറ്റുന്ന, കത്തിച്ചു മാറ്റുന്ന, വീണ്ടും ഒരു നിത്യവിൻ്റെ സ്ഥലം നമുക്കായിട്ട് ഒരുക്കി വയ്ക്കുന്ന ആ ദൈവമെന്ന ആ അഗ്നിരൂപൻ്റെ പരമസത്തയെ, ആ സത്ത നമ്മൾക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, യേശുക്രിസ്തുവിനോട് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾക്കാണ് വരം ലഭിച്ചിരിക്കുന്നത്. അതാരാണ്? ശിഷ്യന്മാർക്ക്. അപ്പം ശിഷ്യന്മാരിലൂടെ കൈവയ്പ് വഴി നമുക്ക് പകർന്നു കിട്ടപ്പെട്ട വെളിച്ചം, ജ്ഞാനത്തിൻ്റെ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൽ കൂടെ കാണണം. ആ വെളിച്ചം കണ്ട് ആ വെളിച്ചത്തിനകത്തൂടെ, ആ വെളിച്ചത്തിനുള്ളിൽ കൂടെ കയറി ചെന്ന് നമ്മൾ കാണുമ്പോൾ കർത്താവിടെ ചില ദർശനങ്ങൾ, ചില കാഴ്ചകൾ, ചില സംഭവങ്ങൾ നമുക്ക് കാണിച്ചു തരും. അത് വചനവുമായിട്ട് ഒത്തു നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഇത് നിഗമനങ്ങൾ അല്ലെങ്കിൽ ഈ ദർശനങ്ങൾ ശരിയാണോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റുള്ളവർ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ രാത്രിയിൽ ഒരു ദർശനം കണ്ടു, ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ അത് ശരിയാവാൻ തെറ്റാവാം. അപ്പോൾ ശരിയാണോ ഈ ദർശനം, അല്ല ഈ കണ്ട സ്വപ്നം ശരിയാണോ എന്ന് അറിയണമെങ്കിൽ അത് എനിക്കറിയാം. അത് വചനത്തിൽ, പഴയ നിയമ ഗ്രന്ഥത്തിൽ, അല്ലെങ്കിൽ സുവിശേഷത്തിൽ, അല്ലെങ്കിൽ അപ്പസ്തോല പ്രവൃത്തിയിൽ, അല്ലെങ്കിൽ വെളിപാടിൽ ഇന്ന ഭാഗത്ത് അതിൻ്റെ വചന രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അത് നിഗൂഢ ജ്ഞാനത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്നറിയുന്നത് വചനത്തിൽ എഴുതി വെച്ചിട്ട് ശരിയാണ്. എന്നതുപോലെ തന്നെ നമുക്ക് മരണം കാണാതെ ഇനി നിത്യത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവിധം അത് എന്ത് ചെയ്യണമെന്ന് വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ അങ്ങനെ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇത് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ധ്യാന ക്ലാസ്സിൽ മാത്രമേ ഞാൻ ഈ രഹസ്യം പറയുള്ളൂ, അത് യൂട്യൂബിൽ കൂടെ തരികയില്ല. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ധ്യാന ക്ലാസ്സിൽ വന്നുകൊണ്ട് കേൾക്കാം. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതിനകത്ത് അഭിപ്രായം, ഒരാൾ കമൻറ്റ് ഇട്ടുണ്ട്, എണീറ്റ് പോടാന്ന് പറഞ്ഞിട്ട് തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, മോശമായിട്ടൊക്കെ പറഞ്ഞിട്ട്. മോശമല്ല കേട്ടോ, നല്ലൊരു അഭിപ്രായമായിട്ട് ഞാൻ സ്വീകരിക്കുകയാണ്. എന്നെ എത്ര ചീത്ത വിളിച്ചാലും എനിക്കിഷ്ടമാണ്. കാരണം വെച്ചാൽ അതിനർത്ഥം ഒരാൾ ചീത്ത കമൻറ്റ് ഇടുകയോ മറ്റെന്തെങ്കിലും കമൻറ്റ് ഇടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതാണ്, ആ മനുഷ്യൻ്റെ ആത്മാവിൽ ഈ വചനം കൊണ്ടിട്ടുണ്ട്. ആ വചനം അവൻ്റെ മനസ്സിൽ കിടന്നിങ്ങനെ ഉരുട്ടി കഴിയുമ്പോൾ, എന്ത് പടു വിട്ടിത്തോടോ താൻ ഈ പറയുന്നത്, മരണം കാണാതെ സ്വർഗത്തിലേക്ക് പോകാമെന്നോ, താൻ ഏത് വിട്ടിത്തോ പറയുന്നത്, എണീറ്റ് പോകണമെന്ന് പറഞ്ഞു പോവും. സത്യമാണ് പ്രിയ സഹോദരരെ. എന്നാൽ ആ സഹോദരനോടും ഈ ലോകത്തിലെ മുഴുവൻ 800 കോടി ജനത്തോടും ഞാൻ പറയുകയാണ്, 800 കോടി, 900 കോടി ജനത്തോടും ഞാൻ ചലഞ്ച് ചെയ്ത് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് മരണം കാണാതെ സർവശക്തനായ ദൈവത്തിൻ്റെ വരവിൽ മേഘത്തേരിൽ എടുക്കപ്പെട്ട് നിത്യജീവനിൽ കൊണ്ട് വയ്ക്കണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ വരിക, ജ്ഞാനത്തിൻ്റെ വരവുപയോഗിച്ചുള്ള ക്ലാസ് കേൾക്കുക. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൈവവചനത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളെ കണ്ടെത്തുക, ഗ്രഹിക്കുക, മനസ്സിലാക്കുക, നിത്യത പ്രാപിക്കുക. അത് മാത്രമേ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നുള്ളൂ, മറ്റൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, പിന്നെ എന്നു ഒരു കമൻറ്റോട് ഞാൻ ശ്രദ്ധിച്ചു, അത് പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല, സ്വർഗത്തിലെ ദൂതന്മാരും ഓർക്ക് അറിയാനുന്നില്ല, പരിശുദ്ധാത്മാവിന് അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ പണ്ട് മുതലേ കേൾക്കുന്നൊരു കമൻറ്റാണ്. ഇന്ന് റാപ്ചർ എന്ന് കുറേ പന്തകുസ്തുക്കാർ ഒരുപാട് റാപ്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം കുറേ ആൾക്കാർ ഇന്ന് കേൾക്കും. ഇത് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ പറയാം, അയ്യോ പിതാവല്ല പുത്രൻ.
എവിടെയാ എൻ്റെ പൊന്നു സഹോദര സഹോദരി വചനത്തിൻ്റെ ABCD നിങ്ങൾ അറിഞ്ഞിട്ടാണോ? ദൈവവചനത്തിൻ്റെ ABCD പോലും അറിയത്തില്ല അതിന് കമൻറ്റ് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ പറ്റി ഡേറ്റ് അടക്കം വെളിപ്പെടുത്തിയിരിക്കുന്ന ഡേറ്റുകൾ ഇതിനകത്തുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്, ഉണ്ടത് കൃത്യമായിട്ട്. അതെ അല്ലേ, ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ചലഞ്ച് ചെയ്ത് സംസാരിക്കാൻ താല്പര്യം, ചലഞ്ച് ചെയ്ത് സംസാരിക്കാം, വെളിപ്പെടുത്തി തരാം. അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഞാൻ ചലഞ്ച് ചെയ്തിട്ട് ഞാൻ വെളിപ്പെടുത്തി തരും. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടേണ്ടി വരും. ഹല്ലേലൂയ. അത്ര വരെ വിശുദ്ധത്തിൽ ഇതുണ്ട്. പക്ഷെ അവർക്കറിയത്തില്ല ഇത് എവിടെയാണ്. അപ്പോൾ അവർ പറയും, അയ്യോ പിതാവല്ലാതെ പുത്രൻ. ഞാൻ ഒരിക്കലും ഒരു വൈദികൻ്റെ അടുത്ത് പോയി ഈ വിഷയങ്ങൾ പറയാൻ വേണ്ടി. അപ്പം അച്ഛൻ പറഞ്ഞു, പന്തക്കൊസ്തക്കാർ പറയുന്ന പോലെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്, ഇത് പിന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ പിതാവല്ല പുത്രന്മാർ അറിയുന്നില്ല അവർക്ക്. അപ്പം ഞാൻ പിന്നെ എന്നെ ഇച്ചിരി ഷൗട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ട് ഞാൻ സ്വോത്രം മൊത്തം പറഞ്ഞ് ഞാൻ അവിടെ ഓടി രക്ഷപ്പെട്ട് ചെയ്ത് അതിനുശേഷമാണ് ഞാൻ ഈ യൂട്യൂബിൽ കൂടെ ക്ലാസ് ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്, പക്ഷേ ഒന്നും ഡയറക്റ്റ് അല്ല. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ഇട്ടിരുന്നു, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും നക്ഷത്രങ്ങളിൽ കൂടുകൂട്ടിയാലും അവർ ഭൂമിയിലേക്ക് തുരന്നിറങ്ങി പാതാളത്തിലേക്ക് പോയാലും ഞാൻ അവരെ പിടികൂടുമെന്നൊരു വചനം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. എന്താണ് നക്ഷത്രങ്ങളിലേക്ക്? അതായത് ചന്ദ്രനിലേക്ക് പോയി ഇവിടുന്ന് റോക്കറ്റ്, ആ ശാസ്ത്ര സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച് അവർ നക്ഷത്രങ്ങളിലേക്ക്, എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഭൂമിയാവുന്ന നക്ഷത്രം, ഭൂമിയിൽ നിന്ന് മറ്റൊരു നക്ഷത്രമായ ചന്ദ്രനിലേക്ക് പോയി, ചൊവ്വയിലേക്ക് പോയി, ബഹിരാകാശത്തേക്ക് പോയി. അപ്പോൾ ആ സംഭവം നടക്കേണ്ട കാലഘട്ടം നടന്നു അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, മനുഷ്യൻ ഭൂമിക്കടിയിൽ തുരന്നിട്ട് അതിൻ്റെ അടിയിൽ വിമാനത്താവളങ്ങൾ ഉണ്ടാക്കുന്നു, അതിൻ്റെ അടിയിൽ മനുഷ്യൻ നഗരം പണിയുന്നു, അതെല്ലാം പാതാളത്തിലേക്ക് തുരന്നിറങ്ങിയാലെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അത് എഴുതി വെച്ചത് 3000 വർഷം മുമ്പാണെങ്കിൽ അത് സംഭവിച്ചത് ഈ കാലഘട്ടങ്ങളാണ്. അതായത് 2000 ആണ്ടിന് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. 2000 ആണ്ടിന് ശേഷം 2033 ആണ്ടിൽ ആണ് ഈ സംഭവം. അതുകൊണ്ടാണ് ദാനിയേൽ പറയുന്ന പുസ്തകത്തിൽ അക്കാലത്ത് അവർ കിടങ്ങുകളും വീഥികളും നിർമ്മിക്കും. ഞാനത് കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാ എഴുതിയ കാലത്തല്ല, പ്രിയപ്പെട്ടവരെ, എഴുതിയ കാലത്തല്ല ഇത് സംഭവിച്ചിരിക്കുന്നത്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട്, 3 യുഗം കഴിഞ്ഞിട്ടാണ്, അല്ലെ 2.5 യുഗം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ സത്യം സംഭവിക്കുന്നത് നമ്മുടെ മുമ്പിൽ. അതിപ്പോൾ നമ്മൾ യുഗാന്ത്യത്തിൽ എത്തിക്കൊണ്ട് നമുക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് കൊള്ളുന്ന കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന വ്യക്തികൾക്ക് ഇത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും നക്ഷത്രങ്ങളിൽ പോയി കൂടുകൂട്ടിയാലും ഞാൻ അവരെ വലിച്ചു താഴെയിടുന്ന കർത്താവാണ്. അവന് കടലിനടിയിലെ മത്സ്യങ്ങൾ എന്ന് പറഞ്ഞു, അതാണ് മുങ്ങിക്കപ്പലുകളൊക്കെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നതുപോലെ ഇത് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനത്ര ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ ഇത് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആദ്യമേ മനസ്സിലാക്കാനുള്ളതല്ല, ഗ്രഹിക്കാനുള്ളതാണ്. മനസ്സിലാക്കാൻ മനുഷ്യൻ മരിക്കും എന്നാണ് എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ അത് മരിക്കാതെ സ്വർഗത്തിൽ എടുക്കപ്പെടാനുള്ള വചനങ്ങൾ ദൈവത്തിലുണ്ടെന്നും വിശുദ്ധഗ്രന്ഥത്തിലുണ്ടെന്നും അതെന്താണെന്ന് ഗ്രഹിച്ചാൽ നമുക്ക് ആ വഴിയൂടെ പോകാം. ആ വഴിയൂടെ പോയെങ്കിൽ ആ വഴിയിൽ എത്തിച്ചേരാം. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഇനി വരുന്ന കാലഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ നല്ല ബോധവാന്മാരായിരിക്കണം. കാരണം വെച്ചാൽ നമുക്കറിയാം, യുദ്ധം ഒരു വഴിയെ കൂടെ വരും, ഒരു വഴിയോടെ വരും. വെള്ളപ്പൊക്കവും പിന്നെ അണക്കെട്ട് പൊട്ടലും വേറൊരു വഴിയെ വരും. വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ ചെളിക്കെട്ടുകളും രക്ഷാപ്രവർത്തനങ്ങളും അതൊരു വഴിയെ വരും. ആഭ്യന്തര കലാപങ്ങളും പകർച്ചവ്യാധികളും വേറൊരു വഴി വരും. അങ്ങനെ മരണം എന്ന ആ സത്യം നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുമടുക്കും. നമ്മുടെ സിമിത്തേരികളിൽ ആളെ വെക്കാൻ പറ്റാത്ത വിധം സിമിത്തേരികൾ നിറഞ്ഞു കവിയും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഒരു പഞ്ചായത്തിൽ തന്നെ 100-200 ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 500-1000 മരിക്കുന്ന ആളുകൾ വന്നാൽ, ഇനി മറ്റു അതായത് മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ നശിക്കുന്നത് എത്രയായിരിക്കും? മനുഷ്യൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചൂരൽമലയെ കണ്ടതാണ്, നമ്മൾ എത്രയോ പേരെ കണ്ടു. മനുഷ്യൻ്റെ ശരീര അവയവങ്ങൾ എടുത്തിട്ട് പോകും, നമ്മൾ ചാക്കിനകത്തും പ്ലാസ്റ്റിക് കൊണ്ടകത്ത് പൊഞ്ഞെടുത്തിട്ട് പോകും, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ് പ്രിയപ്പെട്ടവരെ. ഇതൊന്നും നമ്മുടെ അധികം ദൂരത്തല്ല. വീണ്ടും അതിൻ്റെ തനിയാവർത്തനങ്ങൾ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുകയല്ല, പലതും ഗ്രഹിക്കാനുണ്ട്. ഗ്രഹിച്ചേ പറ്റൂ. ഗ്രഹിച്ചില്ലെങ്കിൽ നിന്നെ ഗ്രഹിപ്പിക്കുവാനും സർവശക്തനായ ദൈവത്തിന് കഴിയും. ഞാനിത് ഗ്രഹിക്കുന്നില്ല, എനിക്കിത് വേണ്ട, എനിക്ക് നിത്യജീവനം വേണ്ട, അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവഗണിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ അവരുടെ മുമ്പിൽ ഇതൊരു ചോദ്യചിഹ്നമായി നാളെ വരും, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വരും. അപ്പോൾ ചിന്തിക്കും, അയ്യോ ഇതെല്ലാം പരമസത്യമായിരുന്നുള്ളത്. അപ്പോൾ നമ്മൾ അബദ്ധം പറ്റിപ്പോയല്ലോ എന്ന് ചിന്തിച്ചിട്ട് യാതൊരു കാര്യം. അതുതന്നെയാണ് നിത്യജീവൻ്റെ അവസ്ഥ. അതിലെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വിചാരിക്കുന്നിടത്തല്ല കാര്യങ്ങൾ അടുത്തടുത്ത് വരുന്നു. ദുരന്തങ്ങൾ വരുന്നു, പക്ഷിക്ഷാമം വരുന്നു, യുദ്ധങ്ങൾ വരുന്നു,
അപ്പോൾ വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ അത് വെളിപാട് പുസ്തകം വേറൊരു അതിനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ മരണത്തെ തേടും, എന്നാൽ മരണം അവരിൽ നിന്ന് ഓടിയെങ്കിലും മരിക്കാൻ ആഗ്രഹിച്ച പോലും മരിക്കാൻ പറ്റാത്ത അവസരം. അതല്ല കേട്ടോ, മരിക്കാൻ പറ്റാത്ത സ്വർഗത്തിലേക്ക് പോകുന്നതല്ല, ഇത് വേറെ കാര്യമാണ് പ്രിയപ്പെട്ടത്. ഇത് ഗ്രഹിക്കുന്നത് അതാണ്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ജ്ഞാനം വളരെ തുലവും പരിമിതമാണ്. അത് നമ്മൾ ആരെയും കുറ്റം പറ്റി കാര്യമില്ല. ചിലർക്ക് വെളിപ്പെട്ട് കിട്ടും, ചിലർക്ക് വെളിപ്പെട്ട് കിട്ടില്ല, ചിലർക്ക് അതിൻ്റെ ഒരു തല അർത്ഥമായിരിക്കും. പക്ഷേ അത്രേ ഉള്ളൂ കാര്യം. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ കൂടെ, ചില കാര്യങ്ങളല്ല, ചില അടിയന്തര കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പം വേറൊരു കാര്യം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഞാൻ മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ ഞാൻ ഒരിക്കലും ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അവിടെ ഒരു സംഭവം വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയായിരുന്നു: എന്നാൽ ലോകം എന്ന് കണ്ടില്ലാത്ത തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതി ആ ദിവസം പരിപ്പെടുത്തും, യേശു സ്തോത്രങ്ങളെ സ്വീകരിക്കുന്നു. ഇതിനകത്ത് എഴുതിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവർ വാങ്ങുകയും വിൽക്കുകയും നടുകയും ചെയ്തു തോന്നും. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിന് മത്തായിയുടെ സുവിശേഷം ഉണ്ടത്. എന്താണ് ഈ നട്ടതെന്ന് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ കിടപ്പുണ്ട്, ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. ആ നടല് മരണത്തെ നട്ടുപിടിപ്പിക്കുന്നൊരവസ്ഥയാണ് വരാൻ പോകുന്നത്. മരണത്തെ നട്ടുപിടിക്കുക, മരണത്തെ കണ്ട മാത്രയിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടു പോകുന്ന ചില നടലുകൾ ഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്, അതിനേക്കാൾ ഭയാനമായ സംഭവങ്ങൾ പുറകെ ഉണ്ട്. മനുഷ്യൻ്റെ ബുദ്ധി, ജ്ഞാനം, വിവേകം, അവൻ്റെ സമാധാനം, ശാന്തി എല്ലാം ചില നടലുകൾ കണ്ടാൽ, ചില നടലുകൾ നമ്മളിൽ നട്ടാൽ, ചില വിത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ വീണ് മുളച്ചാൽ, നിശ്ചയം അത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് പൂവിടും, പുഷ്പിക്കും. അതിൻ്റെ ഫലം മരണമായിരിക്കും. ഒരു മരണയുഗത്തിലാണ് നാം താമസിക്കുന്നത്, ജീവിക്കുന്നതെന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞു. അത് തന്നെ കഥാപര യുഗങ്ങൾ, അത് പൊലിസ്ലിക കുർദിസ്കത്തിലെ വചനം ഏതാണ്? യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിരിക്കുന്നത്. എന്നാൽ യുഗാന്തം വരെ എന്ന് ഞാനിവിടെ കാണും. യുഗാന്തം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? യുഗാന്തം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം യുഗങ്ങളുടെ ഏറ്റവും അവസാന ഘട്ടം എന്നാണ്. യുഗാന്തം, യുഗാന്ത്യം എന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന വ്യക്തി എന്നേക്കുമായി താഴോട്ട് പോകുന്നതിന് അന്ത്യം എന്ന് പറയാം. അറ്റത്തെത്താറായി നിൽക്കുന്നു, എത്തിക്കഴിയുമ്പോൾ എന്നേക്കുമായി തീർന്നു പോകും. അതാണ് യുഗാന്തവും യുഗാന്ത്യവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ യുഗാന്തത്തിലെത്തിയാലേ യുഗാന്ത്യത്തിലെത്തുള്ളൂ. അപ്പോൾ യുഗാന്തത്തിലെത്തി നിൽക്കുന്നു, ഇനി യുഗാന്ത്യം, അന്ത്യം സംഭവിക്കാൻ ഏതാനും കാലഘട്ടങ്ങൾ മാത്രമേ നമ്മളുള്ളൂ. ഈ കാലത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മളിൽ ചില ആവശ്യമില്ലാത്ത ചില വിത്തുകൾ മുളയ്ക്കാൻ നാം അറിയാതെ മുളയ്ക്കും നമ്മുടെ ഹൃദയത്തിൽ. നാം ചിലപ്പോൾ അനുവദിച്ചു കൊടുക്കും, ചിലപ്പോൾ അനുവദിക്കാതെയും നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ ചില മരണവിത്തുകൾ പാകാൻ തക്ക വിധമുള്ള സംവിധാനങ്ങൾ ലോകത്ത് വരാൻ പോവുകയാണ്. ഇതൊരു മുന്നറിയിപ്പായിട്ട് ഞങ്ങൾ പറയുകയാണ്. അതിനാൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ജനങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കാനോ അവരെ നന്നാക്കാനോ നമുക്ക് നിന്നിട്ട് കാര്യമില്ല. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള പ്രിയപ്പെട്ട, പ്രത്യേകിച്ചും എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് നമ്മുടെ മെത്രാന്മാരോടും വൈദികരോടും കന്യാസികളോടും വചനപ്രഘോഷകരോടുമാണ്. സാധാരണ ജനങ്ങളെ ഞാൻ പിടിക്കുകയാണ്. കാരണം അവർ സാധാരണയാണല്ലോ. അവരെക്കാളൊക്കെ ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുന്നതും ജ്ഞാനം അറിവും ഉണ്ടെന്നൊക്കെ പറയുന്ന തിയോളജിയൊക്കെ പഠിച്ച വൈദ്യരോട് ഞാൻ പറയും, അവർ ആ സഭാ തലത്തിൽ നിൽക്കുന്ന ആ സിസ്റ്റത്തിൽ ആ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ്, നമ്മൾ ഇനി എന്താണ് നടാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിൽ എന്തൊക്കെയാണ് ഇനി പൂത്ത് പുഷ്പിക്കാനിരിക്കുന്നത്. മരണത്തിൻ്റെ വിത്തുകൾ ഇതാ വലിയ തോതിൽ പാകപ്പെടുന്നു. മരണവിത്തുകൾ നമ്മൾ അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ മുളയ്ക്കുന്നു. അതിൻ്റെ ഫലമാകട്ടെ വലിയ മരണത്തിൻ്റെ കൂട്ടമരണങ്ങളുടെ സാഹചര്യം അടുത്തു വരിക. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നിത്യജീവൻ എന്നത് ഉണ്ടോ, ദൈവമേ അത് ഞങ്ങൾക്ക് കിട്ടുമോ, ഈശോയെ ഞങ്ങൾക്ക് പറ്റുമേ തരണമേ എന്ന് നിലവിളിക്കുന്നൊരു കാലം വരും. ഇപ്പോൾ നമുക്ക് ഭക്ഷണവും വസ്ത്രവും വീടും കാറും ലോറിയും ഉള്ളപ്പോൾ നമുക്ക് നിത്യജീവൻ വേണ്ട. മരണം കാണാതെ സ്വർഗത്തിൽ എടുക്കപ്പെടാമെന്നൊക്കെ പറഞ്ഞാൽ വിഡ്ഢിത്തമാണ് പറഞ്ഞതുള്ളൂ. എന്നാൽ ഒരു നിശ്ചിത കാലം കൂടി, ഒരു 3 വർഷവും കൂടെ മുന്നോട്ട് പോയാൽ നമ്മൾ നിശ്ചയം പറയും, എൻ്റെ ദൈവമായ യേശുവേ, എനിക്കൊരു
മരണം കാണാതെയുള്ളൊരു ഉയർപ്പ്, അല്ലെങ്കിൽ മരണം കാണാതെയുള്ളൊരു പൊങ്ങിപ്പോകൽ, അല്ലെങ്കിൽ റാപ്ചർന്നോ ഉൾപ്പെടാടുന്നോ എന്നെ എടുക്കണമേ, എന്നെ ഈ ലോകത്ത് എടുക്കണമേ അപ്പാ, ഈ ലോകത്തിലെ ജീവിതം അത്ര ദുസ്സഹമാണെന്ന് പറയുന്ന സാഹചര്യത്തിൽ അപ്പോൾ നമ്മൾ തിരയും, അന്വേഷിക്കും. ഒരു മരണമില്ലാത്ത ഒരു എടുക്കപ്പെടൽ ഉണ്ടോ അതെവിടെയാണ്? അങ്ങനെ ആരോ എന്നോ പറയുന്നിട്ടല്ലോ, എങ്ങനെയെങ്കിലും ആ രീതിയിൽ നിന്ന് ഈ ലോകത്ത് രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന സാഹചര്യം വരും പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുക. എളിദാസൻ്റെ ക്ലാസ്സുകളെയും ധ്യാനങ്ങളിലൊക്കെ വന്ന് സംബന്ധിക്കാൻ പറ്റുന്ന താല്പര്യങ്ങൾ വരിക. നിങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് എൻ്റെ ഈ ക്ലാസ്സോ ഇതിൻ്റെ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് കൂടെ ഓർമ്മിപ്പിക്കണം. കാരണം ഏതാനും ഒരു മാസങ്ങൾ കൂടി, അതായത് ചിലപ്പോൾ ഒരു 3, 4, 5 അങ്ങേയറ്റം പോലെ 6 മാസത്തിൽ കൂടുതൽ എൻ്റെ ഈ ക്ലാസ്സുകൾ ഞാൻ വെച്ച് ഉറപ്പിക്കില്ല. അത് കഴിയുമ്പോൾ എനിക്ക് കർത്താവിൻ്റെ സന്ദേശം വരും, ഇത് നിർത്തിക്കോ എന്ന് കർത്താവിൻ ദൈവാത്മാവ് എന്നോട് സംസാരിക്കും. അത് ചില സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കുക, ക്ലാസ്സിൻ്റെ എണ്ണവും വലുപ്പവും ഇനി അധികം മുന്നോട്ട് പോകാതെ ശ്രദ്ധിക്കുക എന്നൊക്കെ ചില മെസ്സേജുകൾ എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ പറയേണ്ട ഈശോയെ കുറച്ച് പേരും കൂടെ ഒരുങ്ങാനുണ്ട്, കുറച്ച് പേര് ധ്യാനം കൂടാനുണ്ട്, കുറച്ച് പേരോട് കരുണയായിരിക്കണേ അപ്പ, അതുകൊണ്ട് കുറച്ചുകൂടി ക്ലാസ് മുന്നോട്ട് പോകാൻ അനുവദിക്കണമേ ഈശോ എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് സന്ദേശം കിട്ടും, എനിക്ക് വ്യക്തമായ സന്ദേശം കിട്ടും. ഈ ക്ലാസ്സുകൾ എന്നേക്കുമായി നിർത്തുക, നിൻ്റെ മൊബൈൽ ഫോണുകൾ നീ മാറ്റിവെക്കുക, ഉപേക്ഷിക്കുക എന്ന് കർത്താവ് സന്ദേശം തരുമ്പോൾ ഞാനിത് എന്നേക്കുമായിട്ട് നിർത്തും. അപ്പോൾ നാളെ കിട്ടിയാൽ ഞാൻ നാളെ നിർത്തും ഈ സന്ദേശങ്ങൾ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇപ്പോൾ കഴിയുന്നത്ര ആളുകൾ ധ്യാനം ശ്രവിക്കാൻ വേണ്ടി നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ, ഭൂമിയിൽ കിട്ടാത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിനെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് യേശു ക്രിസ്തു നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തു തിരു രക്തം നമുക്ക് കോട്ടയായി നിൽക്കട്ടെ. കർത്താവ് യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ, നിയന്ത്രിക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം നമ്മെ മുന്നോട്ട് നയിക്കുമാറാകട്ടെ. ആമേൻ.